ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷനിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. സത്യവേദ പുസ്തകം വായിക്കുകയും പഠിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ആത്മീക അനുഗ്രഹങ്ങളുടെ ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ്. അതിനായി വേദപുസ്തകം അത് എഴുതപ്പെട്ട അർത്ഥത്തിൽ തന്നെ ഗ്രഹിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമായ ഒരു ഘടകവുമാണ്. ഇപ്രകാരം സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ദീർഘനാളുകളായി ഉണ്ടായിരുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ മറുപടി തരുവാൻ കർത്താവിൽ പ്രസിദ്ധനും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഇന്നും നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ സെഷനിലെ ആദ്യത്തെ ചോദ്യം എബ്രായ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തെ ആസ്പദമാക്കിയുള്ളതാണ്. വാക്യം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവർ, അതായത് ദൂതന്മാർ, രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ട സേവകാത്മാക്കൾ അല്ലയോ? അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ദൂതനോട് ഏതെങ്കിലും കാര്യം ചെയ്യുവാൻ ആജ്ഞ കൊടുക്കാൻ സാധിക്കുമോ? അതോ ദൈവത്തിന് മാത്രമേ ദൂതന്മാരുടെ മേൽ അധികാരം ഉള്ളൂ? താങ്ക് യു മാം. നല്ല ചോദ്യമാണ്. വർത്ത് ആൻസറിങ് ആണ്. ഇറ്റ് ഡിസേർവ്സ് ആൻസർ. നമ്മൾ മറുപടി പറയേണ്ട ചോദ്യമാണ്, മറുപടി അർഹിക്കുന്ന ചോദ്യമാണ്. നമ്മൾക്ക് ഈ ഏഞ്ചലിക് വേൾഡിനെ പറ്റിയുള്ള നോളജ് ബൈ ആൻഡ് ലാർജ് കുറവാണ്. ബൈ ആൻഡ് ലാർജ് കുറവായതിൻ്റെ കാരണം നമ്മുടെ അൾട്ടിമേറ്റ് സാൽവേഷൻ, നമ്മുടെ ആത്യന്തികമായ രക്ഷ എന്ന വിഷയം എടുക്കുമ്പോൾ അതൊരു അനിവാര്യമായ അറിവല്ല. ഏഞ്ചലിക് വേൾഡിനെ പറ്റി നമുക്ക് ദൂതന്മാരെ പറ്റി ഒന്നും അറിയത്തില്ലല്ലോ, ഇങ്ങോട്ട് ഒന്നും സാധിക്കാനാ എന്ന് ദൈവം ആരോടും ചോദിക്കത്തില്ല. അപ്പം അതൊരു അനിവാര്യമായ അറിവല്ല. പിന്നെ അതൊരു നല്ല അറിവാണ്, അറിഞ്ഞിരിക്കുന്നത് നല്ല അറിവാണ്. കാരണം നമ്മൾ വഴിതെറ്റി പോകാതിരിക്കുന്നതിന് വേണ്ടി. വഴിതെറ്റി പോകുമെന്ന് പറഞ്ഞാൽ ഈ ദൂതൻ എന്ന് സംതിങ് ഗ്രേറ്റ് ആണ്. സംതിങ് ഗ്രേറ്റ് ആണ്. നമ്മളെക്കാളൊക്കെ ഭയങ്കര പവർഫുള്ളാണ് ദൂതന്മാർ. അപ്പോൾ ആ ദൂതന്മാരെ കാണുമ്പോൾ നമ്മൾ കുനിഞ്ഞിരിക്കണം, നമസ്കരിക്കണം, വണങ്ങണം എന്നൊക്കെയുള്ള ടെൻഡൻസി മനുഷ്യനിൽ ഡെവലപ്പ് ചെയ്യാൻ വളരെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഉണ്ടല്ലോ. കാര്യം അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ എക്സൈറ്റഡ് ആകുകയാണ്. അതുകൊണ്ട് ആണ് ഈ ചോദ്യം പ്രസക്തം. ഒന്ന്, നമ്മൾ ആരാണ്, ദൂതനാരാണ്, നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു, ഈ 3 കാര്യങ്ങളാണ് അതിൻ്റെ ആൻസർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആരാണ്, ദൂതനാരാണ്, നമ്മളായിരിക്കുന്ന അവസ്ഥ. നമുക്ക് ആദ്യം ഈ ഓർഡർ ഓഫ് ക്രിയേഷൻ എടുത്താൽ ക്രിയേറ്റീവ് ഓർഡറിൽ നമ്മളെക്കാൾ ഒരുപാട് സുപ്പീരിയർ ബീയിങ്സ് ആണ് ദൂതന്മാർ. ഫാർ സുപ്പീരിയർ ബീയിങ്സ് ആണ് ദൂതന്മാർ നമ്മളെക്കാട്ടിൽ. അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്, പിന്നെ അവരുടെ മൊബിലിറ്റി, 2 their accessibility to the physical presence of God in heaven. നമുക്കിപ്പോൾ ഫിസിക്കലായിട്ട് സ്വർഗത്തിൽ കയറിച്ചാൽ നോക്കത്തില്ലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നുണ്ട് അവർ നമ്മളെക്കാൾ വളരെ ഉയർന്നു നിൽക്കുകയാണ്. ദെൻ ദ സെക്കൻഡ് തിങ്, അപ്പോൾ തന്നെ അവര് ദൈവമക്കളുടെ സേർവിങ് സ്പിരിറ്റ്സ് ആണ്. നമ്മുടെ സേർവിങ് സ്പിരിറ്റാണ്, നമ്മുടെ സേവകാത്മാക്കളാണ് അവർ. അത് രണ്ടാമത്തെ കാര്യം. ഇനി നെക്സ്റ്റ്, ഹു ആർ വി എന്നുള്ള അടുത്ത ചോദ്യം. ഹു ആർ വി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫണ്ടമെന്റലി വി ആർ ഫസ്റ്റ് ഓഫ് ഓൾ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ ദൈവമക്കളാണ്. അപ്പൊ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും ക്രിസ്തുവിൽ കൂട്ടവകാശികളാണ് നമ്മൾ. യെസ്, നമ്മൾ വലിയ പൊസിഷൻ ഉള്ളവരാണ്. പക്ഷെ വേദോസ്തം പറയുന്നത് അവകാശി സർവത്തിന്റെ ഉടമസ്ഥനാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനെക്കാട്ടിൽ മെച്ചമല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്പിരിച്വൽ പൊട്ടൻഷ്യൽ എവിടെ നിൽക്കുന്നുള്ളതാണ്.
ഉം. നമ്മൾ ഇപ്പോഴും ശൈശവാവസ്ഥയിലാണ്. ഓക്കെ. ഒരുപാട് ക്രിസ്ത്യാനികൾ ചേർന്ന് ഡൗൺ സിൻഡ്രം ബാധിച്ചിരിക്കുക. ഓക്കെ. ഇബ്രാഹിമത്തിന്റെ ഭാഷ പറഞ്ഞാൽ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാ. ഉം. ഇപ്പോഴും കട്ടിയ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, പാലാ കുടിക്കുന്നത്. ഉം. അപ്പം നമ്മളുടെ സ്പിരിച്വൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ലോ ആണ്. ഉം. അപ്പം നമ്മുടെ വീട്ടിലൊരു ജോലിക്കാരനുണ്ട് എന്നിരിക്കട്ടെ. ഉം. ആ ജോലിക്കാരന് നമ്മുടെ കുഞ്ഞൊരു ശിശുവായിരിക്കുമ്പോൾ ഈ ജോലിക്കാരനോട് ഈ ശിശു ഒന്നും കൽപ്പിക്കാൻ പറ്റത്തില്ല. യെസ്. ഒന്നും കൽപ്പിക്കാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞത് അനുസരിച്ചേ ഒക്കത്തുള്ളൂ. അതെ. ദ ക്വസ്റ്റ്യൻ, ക്യാൻ യു കമാൻഡ് ദ ഏഞ്ചൽസ് എന്നുള്ളതാണ്. ഉം. ആൻസർ, വേർ ആർ യു, വാട്ട് ഇസ് യുവർ പൊസിഷൻ. ഉം. നീ ഏത് ലെവലിലായിരിക്കും എന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ഉപദേശമുണ്ട്, അദ്ദേഹത്തിന്റെ പേരങ്ങ് പറഞ്ഞു, പ്രസിദ്ധനായ ഉപദേശമാണ്, വളരെ സാധുവായിരുന്നു. ഉം. കുറച്ച് കുരുമുളകൊക്കെ ഉണങ്ങി വെച്ചിട്ടുണ്ട് ചാക്കിനകത്തെ, ഉം. വില വരും വിൽക്കാവുന്നുണ്ട്. ഉം. ഒരു ഓലക്കുടില. ഉം. അപ്പം രാത്രി പുള്ളിക്ക് അന്ന് ഈ കൊട്ടേജ് മീറ്റിംഗ് ആയിട്ട് നടത്താനുണ്ട്. അന്നത്തെ കൊട്ടേജ് മീറ്റിംഗ് സന്ധ്യക്ക് ചൂട്ടുകയറ്റി കെട്ടി ഇറങ്ങി ഒരു 3, 4, 5, 8 മൈൽ അപ്പുറത്ത് ദൂരെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ മീറ്റിംഗ് കഴിയുമ്പോൾ 10-10:30 പിന്നെ അവിടുന്ന് കാപ്പി കട്ടൻ കാപ്പി വല്ല കപ്പയും ചക്കയൊക്കെ കാച്ചിലൊക്കെ പുഴുങ്ങി തിന്നിട്ട് വീണ്ടും ചൂട് വരുമ്പോഴത്തേക്ക് നേരം വെളുക്കാറാകും. ചുരുക്കം പറഞ്ഞ് ഈ സമയം കൊണ്ട് കള്ളം കയറി ഇതുകൊണ്ടും കൊണ്ടുപോയി, ഈ കുരുമുളക് ചാക്ക് എടുത്തുകൊണ്ട് പോയി. ഉള്ളി നോക്കിയും കുരുമുളകില്ല. മുറ്റത്തിറങ്ങി നെഞ്ചു ഒറ്റ പറഞ്ഞു, ഗബ്രിയേലേ, ഒറ്റ വിളിയാ, എന്റെ കുരുമുളക് കൂടെ കൊണ്ടുവന്നിരിക്കണം, നിന്നെ ഏൽപ്പിച്ചിട്ടേ ഞാൻ പോയത്. പുള്ളി അവിടെ നിൽക്കുക. ഏതാ ഗബ്രിയേൽ കുരുമുളകാ കൊണ്ടുവരാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പുള്ളി അലച്ചോണ്ട് ദൂരെ വരിക കുരുമുളകാക്കും കൊണ്ട്. കരച്ചില്. അപ്പൊ നാട്ടുകാരെല്ലാം കരച്ചിൽ കേട്ട് ഉണർന്നു. ഞാൻ കൊണ്ടു കൊടുക്കാമേ, എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞ് ഇയാള് വരുന്നത്. അപ്പൊ കൊണ്ടുവന്ന് ഈ ചാക്ക് ഉപദേശിയുടെ കാൽക്കിലിട്ടു. കാല് പിടിച്ച്, എന്റെ ഉപദേശി തെറ്റ് ചെയ്ത് ക്ഷമിക്കണം, ഇമ്മമാരോട് എന്നെ തല്ലുന്നു നിർത്താൻ പറ. ഉപദേശിക്കും ആരും കാണുന്നില്ല. 2 പേര് എന്റെ 2 സൈഡിൽ നിന്ന് എന്നെ അടിക്കുക. കൊണ്ട കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോ ക്യാൻ യു കമാൻഡ് ദി ഏഞ്ചൽസ്? ചോദ്യം, മറുപടി നിങ്ങൾ ആരാന്നുള്ളതാണ്. നിങ്ങൾ എന്നും സ്പിരിച്വൽ ബേബി ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽസിനോടൊന്നും കമാൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. യു കനോട്ട്. ഏഞ്ചൽസോട്ട് കേൾക്കാനും പോകുന്നില്ല. അപ്പം നമ്മളുടെ സേഫ് സോണ് നമ്മൾ ദൈവത്തോടാണ് നമ്മുടെ ആവശ്യം പറയേണ്ടത്. ദൈവത്തോട് ആവശ്യം പറയുമ്പോൾ നമുക്ക് ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ ഓൾറെഡി ദൈവം തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ മേടിക്കുകയല്ല, മനസ്സിലാക്കണം. ഏഞ്ചലിക് ഹെൽപ്പ് മേടിക്കൽ. ഏഞ്ചലിക് ഹെൽപ്പ് ഇസ് ഓൾറെഡി ദെയർ. ഏഞ്ചലിക് ഹെൽപ്പ് ഓൾറെഡി ഉണ്ട്. ഈ ഓൾറെഡി ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ട് നമുക്കത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നില്ല? ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതിന് നമുക്ക് ഒരു നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞാല്, ഒരു 10-15 വർഷം മുമ്പാണ് ഈ കുപ്രസിദ്ധമായ ബോംബെ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. ബോംബെ ബ്ലാസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത്, ഈ ഭീകരപ്രവർത്തനം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും നല്ല ഒരു പോലീസ് ഓഫീസർ, അതായത് ഹേമന്ത് ഗഡ്കരി അങ്ങനെയുണ്ട്, എനിക്ക് ഓർക്കുന്നില്ല, ഇദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് ഈ ഫോൺ വരുന്നത്. റിവോൾവർ എടുത്തിട്ട് ഒറ്റ പോക്കാണ്. പോയി കുറച്ച് ഭീകരർക്ക് ഉള്ളിൽ വെടിവെച്ചു. പക്ഷെ മാരകമായി വെടിയേറ്റ് അദ്ദേഹം വീണ് പിടഞ്ഞു മരിച്ചു. ബോംബെ പോലീസിന് ഭയങ്കര നഷ്ടമായിരുന്നു. അവിടെ കാര്യം, ഇദ്ദേഹത്തിന് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. സേഫ്റ്റി ജാക്കറ്റ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ജാക്കറ്റ്, ബുള്ളറ്റ് പ്രൂഫ് ഉണ്ട്. ബുള്ളറ്റ് പ്രൂഫ് എടുത്തിടേണ്ട ചുമതല ആരുടെയാ? ഡിപ്പാർട്ട്മെന്റ് ബുള്ളറ്റ് പ്രൂഫ് കൊടുത്തു, അത്രേ ഉള്ളു ഡിപ്പാർട്ട്മെന്റ് ചുമതല. എടുത്തിടേണ്ട ആ ചുമതല ആരുടെയാ? അദ്ദേഹത്തിൻ്റെയാ. ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും ഏഞ്ചലിക് സർവീസ് നമ്മൾക്ക് ആവശ്യമായ സമയത്ത് നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം മുടങ്ങിക്കിടക്കുകയായിരിക്കും. 1. 2, ഏഞ്ചൽസ്
അൺഹോളി അറ്റ്മോസ്ഫിയറിൽ പ്രവർത്തിക്കത്തില്ല. ഉം, ഉം, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ നിലവാരം താണുപോയാൽ, ഉം, നമ്മുടെ വിശുദ്ധിയുടെ നിലവാരം താണുപോയാൽ സ്വാഭാവികമായിട്ട് ഏഞ്ചൽസ് നമ്മളിൽ നിന്ന് മാറി നിൽക്കും. നമ്മുടെ ഗാർഡിങ് ഏഞ്ചൽസ് മാറി നിൽക്കേണ്ടി വരും. ഉം, ഉം, അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരത്തില്ല. ഉം. അപ്പോൾ നമ്മുടെ സ്പിരിച്വാലിറ്റി സെൻസിറ്റീവ് ആയിരിക്കണം. എപ്പോഴും ദൈവമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, കണക്ഷൻ. കണക്ഷൻ. ഇപ്പം നമ്മളൊരു യാത്ര പോകും, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലാണ്, അല്ലെങ്കിൽ വീട്ടിലാണ്, ദൈവത്തോട് ചോദിക്കണം, ലോഡ് ആമ ഓക്കെ, ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ ഒരു കറക്ഷൻ വരുത്തിയിട്ടുണ്ടോ, എനിക്ക് ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ അയച്ചു തരാതിരിക്കത്തക്കൊണ്ട് എന്തെങ്കിലും ദോഷം ഞാൻ ചെയ്തിട്ടുണ്ടോ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ദൈവമായിട്ടാണ്, ഏഞ്ചൽസുമായിട്ടല്ല. ഫണ്ടമെന്റലി മനസ്സിലാക്കണം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ദൈവമായിട്ടാണ്. ദൈവമായിട്ട്. അപ്പോസ്തലന്മാർ ആരും ഏഞ്ചൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം അപ്പോസ്തലൻ പൗലോസ് മെഡിറ്ററേനിയൻ കടലിൽ കൂടെ പോവുകയാണ്, കപ്പൽ മുങ്ങ, ദൂതനെ നീ വരിക, ഈ കപ്പൽ നീ ഒന്ന് താങ്ങിക്കേ. ഒരു ദൂതൻ മുഴുവൻ വേണ്ട ആ കപ്പൽ താങ്ങാൻ. ഒറ്റയടിക്ക് 1,85,000 അശൂർ പടയാളികളെ കൊന്ന ദൂതന് പൗലോസിന്റെ ഈ കപ്പലൊന്ന് താങ്ങി നിർത്തുന്നതിന് വേണ്ടി ഒരു വിരലിന്റെ ആവശ്യമുള്ളൂ. എന്താ കമാൻഡ് ചെയ്യാഞ്ഞത്? അങ്ങനെ ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ ഏഞ്ചലിനോട് കൽപ്പിച്ചാൽ മതി, നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരു വാക്യം എനിക്കറിയത്തില്ല കേട്ടോ, ചിലപ്പോൾ എനിക്കറിയാത്ത ഏതെങ്കിലും വാക്യം ആരെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് അങ്ങനെ വാക്യം അറിയത്തില്ല. നമുക്കങ്ങനെ ഏഞ്ചലിനോട് കമാൻഡ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ദൈവം ഓൾറെഡി ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ നമുക്ക് നശിക്കുന്ന രീതിയിൽ നമ്മുടെ ആത്മീയ നിലവാരം തകരാതെ താണുപോകാതെ സൂക്ഷിക്കുക എന്നുള്ളതും, 2, നമ്മളുടെ ജീവിത വിശുദ്ധി എന്നുള്ളത് സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എപ്പോഴും ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ കയറി അങ്ങോട്ട് കമാൻഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. മുമ്പ് ഞാൻ ഉപദേശിയുടെ കഥ പറഞ്ഞ പോലെ, അദ്ദേഹത്തിന് നാട്ടിലെ സാധാരണ ഉപദേശിമാരെന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥനയുമായിട്ട് ജീവിക്കുന്നവരാ. എന്നെ പോലെ ഹീബ്രു പഠിപ്പിക്കുന്നവരൊന്നുമല്ല. അവർക്ക് ആഴമേറിയ വചന അറിവൊന്നുമുള്ളവരല്ല. സാധുക്കളാണ്. അവരവരുടെ ഇന്നസെൻസിൽ പറയാ, ഗബ്രിയേലെ കൊണ്ടുപോയ എൻ്റെ ഉരുമുളക് എന്ന് പറഞ്ഞാൽ ആ ദേവദാസനെ ആദരിച്ച് പറ്റൂ ദൈവത്തിന്. കാരണം അവരുടെ കഠിനമേറിയ ജീവിത സാഹചര്യങ്ങളിൽ ദാരിദ്ര്യവും പട്ടിണിയും ബുദ്ധിമുട്ടും പ്രയാസവും ദീനവും ഞെരുക്കവും വേദനയും ഒക്കെ അവഗണിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നവരായിരുന്നു ഒരു കാലഘട്ടത്തിലെ ഉപദേശിമാര്. അവരുടെ വാക്കിന് മുമ്പിൽ ഏഞ്ചൽ ഇറങ്ങി വരും, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, ദൈവം ഇറങ്ങി, കർത്താവ് ഇറങ്ങും. അതിന്റെ കാര്യം. Thank you, ma'am. Thank you, ma'am. Okay, yeah, that is a very clear answer, sir. അടുത്ത ചോദ്യം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ അഡ്രസ് ചെയ്തതാണ്. ചോദ്യം ഇതാണ്: സഭ എന്നതിന് എക്ലീസിയ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ് സാമാന്യമായി പഠിച്ചിട്ടുള്ളത്. എക്ലീസിയ എന്നതിന് വേറെ അർത്ഥം വല്ലതും ഉണ്ടോ? എന്തോ ഒരു കഷ്ടമാണിത്, ഒരു കഷ്ടമോ, പരമ കഷ്ടമാണിത്. കാര്യം കേട്ടോണം. ഈ വേർഡ് ആദ്യം പുതിയ നിയമത്തിൽ റൈറ്റിങ്ങിൽ വരുന്നത് തെസലോനിക്ക ലേഖനത്തിലും വരുന്നതും ഉപയോഗിച്ചു എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിലുമാണ്. 2 ഇൻസിഡന്റ് പറയാം. ഒന്ന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇനി അര വർഷം കൂടെ, 6 മാസം കൂടെ ബാക്കിയുള്ളപ്പോൾ ഫിലിപ്പിന്റെ കൈസറിയിൽ വരുന്നു. ഫിലിപ്പിന്റെ കൈസറിൽ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, മനുഷ്യപുത്രന്റെ മനുഷ്യൻ എന്ന് പറയുന്നത് ചോദിച്ചപ്പോൾ അവർ പല ഉത്തരം പറഞ്ഞു. പിന്നെ ഇദ്ദേഹം പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പം പറഞ്ഞു, ബർ യോന ശിമോനെ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗീയ പിതാവ് നിനക്ക് കാര്യം വെളിപ്പെടുത്തുന്നത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എൻ്റെ സഭയെ പണിയും. സഭ എന്ന വേർഡ് പുതിയ നിയമത്തിൽ ആദ്യം വരുന്നത്.
ആക്ച്വലി മത്തായിയുടെ സുവിശേഷം എഴുതുന്നതിന് വർഷങ്ങൾക്ക് മുമ്പാണ് പൗലോസ് 1 തെസ്സലോനിക്ക ലേഖനം എഴുതിയത്. ഉം. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ ഈ സഭ എന്ന വേർഡ് വന്നിട്ടുണ്ട്. ഉം. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ സഭ എന്ന വേർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എക്ലീഷ്യ ആണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഇനി ആ എക്ലീഷ്യ ഗ്രീക്കിലെ എക്ലീഷ്യ അല്ല. ഉം. ഗ്രീക്കിലെ എക്ലീഷ്യ അല്ല. ആ ഭാഗത്ത് തന്നെ അത് ക്ലിയർ ആക്കുന്നുണ്ട്. ഓക്കെ. ഒരു ടെസ്റ്റിനെ കോണ്ടെക്സ്റ്റിൽ നിന്ന് എടുത്തു മാറ്റിയാൽ അത് എന്തുമാകാം. ഓക്കെ. എന്തുമാകാം. കേട്ടോണേ. പിള്ളേര് വണ്ടിക്ക് കല്ലെറിഞ്ഞു. ഉം. ഏത് പിള്ളേരും ആകാം. ഉം. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് എറിഞ്ഞു. ഏത് യൂണിവേഴ്സിറ്റിയിലും പിള്ളേരാകാം. ഉം. ഇനി കർണാടക യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർ വണ്ടിക്ക് കല്ലെറിഞ്ഞു. സ്പെസിഫിക് ആയി. ഉം. ഇനിയും കുറെ കൂടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേർ വണ്ടിക്ക് കല്ലെറിഞ്ഞു. സ്പെസിഫിക് ആയി അല്ലേ? ആ പിള്ളേർ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേർ കല്ലെറിഞ്ഞു എന്നാകണമെന്നില്ല. ആരുമാകാം അല്ലേ? ഇതുപോലെ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുമ്പോൾ തെസ്സലോനിക്കയിലുള്ള ക്രിസ്തുവിലുള്ള തെസ്സലോനിക്ക സഭ, കേട്ടോണേ, തെസ്സലോനിക്കയിലുള്ള ദൈവസഭയല്ല, ക്രിസ്തുവിലുള്ള തെസ്സലോനിക്കയിലെ സഭ. Got the difference? That means not the church in Thessalonica, but the church in Christ. അപ്പം എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്? ഈ പൗലോസ് എന്ന് പറയുന്ന ആള് ഒരു മണ്ടനൊന്നുമല്ല. He was the most scholarly man of his time. The most scholarly man of his time. ഞാൻ ഈ പോളിയൻ എപ്പിസൈൽസ് വളരെ സ്പെസിഫൈ ചെയ്ത് പഠിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമാണ് പഠിപ്പിക്കുന്നതിൻ്റെ. അപ്പം ഗ്രീക്ക് ഫിലോസഫേഴ്സിൽ ദ ഹയസ്റ്റ് എവർ ഫിലോസഫർ വാസ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലായിരുന്നു ഗ്രീക്ക് ഫിലോസഫിയിലെ ഏറ്റവും വലിയ ഫിലോസഫർ. അരിസ്റ്റോട്ടിൽ ഗ്രീക്ക് ഫിലോസഫി എഴുതി തീർത്ത് ഫിനിഷ് ചെയ്തെടുത്തുനിന്ന് ഹോ എസെ ആന്ത്രോപോസ് എന്ന് പറഞ്ഞ വേറൊരു കൺസെപ്റ്റ്, വേറൊരാശയം ഗ്രീക്ക് ഫിലോസഫിയോട് ആഡ് ചെയ്ത ദ ഗ്രേറ്റസ്റ്റ് ഫിലോസഫർ ഓഫ് ദ ടൈം ആയിരുന്നു അപ്പോസ്തലനായ പൗലോസ്. തനിക്ക് ഗ്രീക്ക് സാഹിത്യവും ഭാഷയും ഈ തത്വചിന്തകളൊക്കെ നല്ലതുപോലെ അറിയാം. അപ്പം ഈ തെസ്സലോനിക്കയിലുള്ള ദൈവസഭ എന്ന് പറയുന്നതിന് പകരം ക്രിസ്തുവിലുള്ള തെസ്സലോനിക്കയിലെ സഭ, ക്രിസ്തുവിലുള്ള ദൈവസഭ, ദ ചർച്ച് ഓഫ് ഗോഡ്, ദാറ്റ്സ് ഇൻ തെസ്സലോനിക്ക. ഡിഫറൻസ് നോക്കണം. കാര്യം അല്ലാതെ പറഞ്ഞാൽ തെസ്സലോനിക്കയിലെ തെസ്സലോനിക്കയിലെ സഭ എന്ന് പറഞ്ഞാൽ എക്ലീഷ്യ എന്ന വേർഡിന് ഒരർത്ഥമേ ഗ്രീക്കിലുള്ളൂ. അത് ഗ്രീസിലെ രാജസഭയാണ്, ഗ്രീക്ക് പാർലമെന്റ്. എന്തിനു വേണ്ടി? അവർ കൂടി വരുന്ന കാര്യങ്ങൾ പഠിച്ച് ചർച്ച ചെയ്യാൻ. ആ ചർച്ചയിൽ പ്രസന്റേഷനാണ് പ്രധാനപ്പെട്ട കാര്യം. ആ പ്രസന്റേഷന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന വാചകങ്ങളും വാചക ശൈലികളും വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ ഗ്രീക്ക് റെട്ടറിക്സ് ആണ്. അവരുടെ ശൈലിയെ ഹൈപ്പർബലി എന്ന് പറയും. ഹൈപ്പർബലി എന്ന് പറഞ്ഞാൽ നല്ല മുഴങ്ങുന്ന വാക്കുകളുണ്ടല്ലോ, നിൽക്കുന്നേ, അത്തരം വാക്കുകൾ കൊണ്ടുള്ള കളിയാണിത്. അപ്പോൾ വാക്കുകളിലൂടെ കളിക്കുമ്പോൾ ഗുണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഒന്ന് കേൾക്കുന്ന ഒന്ന് മനസ്സിലാക്കി വേറൊന്ന് മറുപടി വേറെ നയിപ്പും. ഇതാണ് ഗ്രീക്ക് ഹൈപ്പർബലിയുടെ പ്രത്യേകത. ഇങ്ങനെ ഹൈപ്പർബലിക് ലാംഗ്വേജ് ഉപയോഗിച്ച് റെട്ടറിക്കലായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് മറ്റുള്ളവരെ കൺഫ്യൂസ്ഡ് ആക്കി
ഉം. നമ്മുടെ കാര്യം സാധിച്ചെടുക്കുക, നമ്മുടെ പോയിന്റ് ഓഫ് ആർഗ്യുമെന്റ് സ്ഥാപിക്കുക, Success ആയി. എന്നിട്ട് വോട്ടിടുക. ഉം. വോട്ടിട്ട ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ കൊണ്ടുപോവുക. ഉം. ഈ സഭയുടെ പേര്, ഈ കൂട്ടത്തിന്റെ പേരാണ് എക്ലീഷിയ. പക്ഷെങ്കിൽ ഈ പരിപാടി ദൈവസഭയിൽ അനുവദനീയമല്ല. അല്ല, ഇതൊന്നും അനുവദനീയമല്ല. നമ്പർ 1, ഹൈപ്പർബലിക് ലാംഗ്വേജ് നോട്ട് പെർമിറ്റഡ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പ്രസംഗങ്ങൾ കേട്ടോണ്ട് പഠിപ്പീരും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്ര 3 വാക്കേ ഉള്ളൂ ഒരു സെന്റൻസ്. സ്വർഗരാജ്യം അവർക്കുള്ളത്. ആർക്കെങ്കിലും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല. വെരി സിമ്പിൾ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ ഈ ഗ്രീക്ക് വഴി പഠിച്ചു പോകുമ്പോൾ, ഇന്ന് രാത്രിയുടെ പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ചോദിച്ചാൽ ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കെങ്കിലും വല്ല മനസ്സിലായോ? നമുക്ക് എവിടുന്ന് ഇത് കിട്ടിയത്? നമുക്ക് എവിടുന്ന് കിട്ടിയത്? ഗ്രീക്ക് ഹൈപ്പർബലിയിൽ നമുക്ക് കിട്ടിയതാണിത്. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസംഗങ്ങളുണ്ട്. പൗലോസിന്റെ പ്രസംഗങ്ങൾ, പത്രോസിന്റെ പ്രസംഗങ്ങളുണ്ട്. ഇവിടെ ഒന്നും ഗ്രീക്കിന്റെ ഹൈപ്പർബലി പാടില്ല. അവരുടെ റെറ്ററിക്സ് അനുവദനീയമല്ല. അനുവദനീയമല്ല. ദൈവസഭ കൂടി വരുന്ന ആർഗ്യുമെന്റിനല്ല. അത് ഒഴിഞ്ഞിരിക്കണമെന്ന് കൊലച്ചലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്തത് തർക്കങ്ങൾ ഒഴിഞ്ഞിരിക്കണം. അടുത്തത്, ദൈവസഭ ഡെമോക്രാറ്റിക് അല്ല. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ച് നടക്കേണ്ടതല്ല. ദൈവസഭ തിയോക്രാറ്റിക് ആണ്. ദൈവത്തിന്റെ ഭരണമാണ്. അപ്പൊ നമ്മള് ആൾക്കാർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ആദ്യത്തെ ജെറൂസലേം കൗൺസിൽ എന്ന് പറയുന്ന ആദ്യത്തെ ചർച്ച് കമ്മിറ്റിയാണ് നോക്കേണ്ടത്. അത് ചർച്ച് കമ്മിറ്റി നോക്കിയപ്പം അവര് 2 കാര്യങ്ങൾ എടുത്തു. ഒന്ന്, വാട്ട് ഡസ് ദ വേർഡ് ഓഫ് ഗോഡ് സേ. 2, വാട്ട് ഡസ് ദ ഹോളി സ്പിരിറ്റ് ഡു. നമ്മൾ ഈ 2 ഓപ്പോസിറ്റ് ആണ് പഠിച്ചു പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു. 2, ദൈവവചനം എന്ത് പറയുന്നു. നമ്മളിപ്പം പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു, ആത്മാവിനോട് ചോദിക്കാം പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു. വെയിറ്റ്, ദൈവവചനം എന്ത് പറയുന്നു. പ്രവാചകനെ വിളിച്ച് ചോദിക്കാം, മറ്റേ പാസ്റ്ററോട് ചോദിക്കാം പരിശുദ്ധാത്മാവ് എന്ത് പറയാം, പരിശുദ്ധാത്മാവെ സംസാരിക്കണമേ. വെയിറ്റ്, നിന്നോട് സംസാരിക്കാൻ ദൈവവചനം തന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് ചർച്ച് കൗൺസിൽ ഞാൻ പറയുന്നത്, ഫസ്റ്റ് ചർച്ച് കൗൺസിലിൽ ചർച്ച് കൗൺസിലിന്റെ പ്രസിഡന്റായ യാക്കോബ് അപ്പോസ്തലൻ പറയാം, ഒരു കാര്യം ചെയ്യാം, let us see what the Holy Spirit is doing and let us hear what the word of God is saying. അപ്പൊ എന്തിന് സ്ഥാനമില്ല? ആർഗ്യുമെന്റിന് സ്ഥാനമില്ല. വോട്ടിട്ടോ ഭൂരിപക്ഷത്തിന് സ്ഥാനമില്ല. ഇതെല്ലാം എവിടെ സ്ഥാനമുണ്ട്? എവിടെ ഇതൊക്കെ അനുവദനീയമാണ്? ഡെമോക്രാറ്റിക് സംഗതികളൊക്കെ all these things are permitted in the ecclesia, but none of these things permitted in the Christian church. അത് ഒന്നാമത്തെ ഡിഫറൻസ്. 2, അപ്പൊ പൗലോസ് സഭയെ ഗ്രീസിലെ എക്ലീഷ്യ എന്നല്ല വിളിച്ചത്, മറിച്ച് സ്വർഗത്തിലെ സഭയെന്ന. ഇത് രണ്ടും രണ്ടിടത്തുനിന്ന്, വൺ കംസ് ഫ്രം ഹെവൻ and goes to heaven. The other is earthly and finishes on earth. രണ്ടിന്റെ പേർപ്പസ് രണ്ടാണ്. ഒരിടത്ത് വഴക്കുണ്ടാക്കാം, ആർഗ്യൂ ചെയ്യാം, തർക്കിക്കാം, വാദിക്കാം, ഈ മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിട്ട് കൂട്ടുകളിക്കാം, അടിവെച്ച് പിരിയാം.
എന്നിട്ട് ഈ സാധനമാണ് ദൈവസഭ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. എക്ലീസിയ എന്ന വേർഡിന് ഏതെങ്കിലും ഗ്രീക്ക് ഡിക്ഷണറിയിൽ വിളിക്ക് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് എഴുതിയിട്ടുണ്ടോ? ഏതെങ്കിലും ഡിക്ഷണറി എഴുതിയിട്ടുണ്ടോ? ഇത് ചോദ്യം. നിങ്ങൾ കൊടുത്ത അർത്ഥമില്ലയോ? നിങ്ങളിപ്പോ പറയുന്നില്ല, ആ വേർഡിന്റെ അർത്ഥം അതല്ലല്ലോ. ഗ്രീക്കിലെ രാജസഭയല്ലയോ, അല്ല വിളിച്ചു വീഴ്ച വിശുദ്ധന്മാരുടെ കൂട്ടം അല്ലല്ലോ അത്. ഇനി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ വേർഡ് ഫിലിപ്പിന്റെ കൈസറിൽ വെച്ച് പറയുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ എക്ലീഷ്യ എന്ന വായിക്കുന്നത്. എന്തുകൊണ്ട് വായിക്കുന്നത്? അങ്ങനെ എഴുതിയുകൊണ്ട്. അങ്ങനെ എഴുതിയോണ്ടല്ല, അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട്. കർത്താവ് ഏതായാലും യവനനല്ലല്ലോ, ഗ്രീക്കുകാരനല്ലല്ലോ, യഹൂദനാണല്ലോ. തന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ ആരും ഗ്രീക്കുകാരല്ലല്ലോ, എല്ലാരും യഹൂദരാണല്ലോ, അല്ലേ? അപ്പം ഈ ചിലരുണ്ട് ഈ വർത്താനം പറഞ്ഞതിന്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത രണ്ടു മൂന്ന് ഇംഗ്ലീഷ് വാക്കുകളോട് ചേർത്ത് പറയും. പുള്ളിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് മറ്റുള്ളവർ കണ്ടിട്ടുള്ളത് എന്താണ്? ഇംഗ്ലീഷ് വാക്ക് പറയുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്നുള്ളത്. ഇതുപോലെ ഈ മറ്റുള്ളവർ സ്റ്റാൻഡേർഡ് കാണിക്കുന്ന ഒരാളല്ലായിരുന്നു നമ്മുടെ കർത്താവ്. എനിക്ക് വലിയ സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ഞെളിഞ്ഞെന്ന് കാണിക്കുന്ന ആളല്ല കർത്താവ്. ഈ പറയുന്നതിനിടയ്ക്ക് രണ്ടു മൂന്ന് ഗ്രീക്ക് വാക്കുകളൊക്കെ പറഞ്ഞാൽ കൊള്ളാമല്ലോ, ഗ്രീക്കൊക്കെ പഠിച്ചു പോയി. ഇപ്പം നമ്മുടെ ഉപദേശമാർക്ക് പ്രസംഗിക്കാൻ രണ്ട് ഗ്രീക്കൊക്കെ പറഞ്ഞ ഒരു കൊയിനാനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിമാർക്ക് എന്തോ മനസ്സിലാകും. കൊയിനാനി എന്നൊക്കെ പറഞ്ഞാൽ പ്രായമുള്ള അമ്മച്ചിമാര് കൊയ്ത്തും കഴിഞ്ഞു വന്നിരിക്കുകയാണ് സ്വഭാവത്തിന്. അപ്പോഴാണ് കൊയിനോനിയാണ്. ഇതെന്തോ ഈ പറയുന്നത്? കർത്താവ് യവനനല്ലായിരുന്നു. സംസാരിച്ച ഭാഷ എബ്രായ ഭാഷയാണ്. അവർക്ക് മനസ്സിലാകുന്ന വേർഡ് സിനഗോഗ്. സൈനോ മീൻസ് സിമിലർ, ഒരേ ഭാവമുള്ള, ഒരേ ചിന്തയുള്ള, ഒരേ ആശയമുള്ള, ഒരേ സ്വഭാവമുള്ള. ഗോഗ് എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ്. സിനഗോഗ് സമാന ചിന്താഗതിക്കാരുടെ കൂട്ടം. ഞാൻ എൻ്റെ സിനഗോഗ് പണിയും. എന്ന് പറഞ്ഞാൽ സിനഗോഗിൽ എന്തൊക്കെ നടക്കുന്നത്? ഒന്ന്, ജനം കൂടി വരും. രണ്ട്, മര്യാദയ്ക്ക് അടങ്ങിയിരിക്കും. ഒരു ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമൊന്നും പറ്റത്തില്ല. ഫുൾ ഡിസിപ്ലിനാണ്. അവർ ദൈവത്തെ സ്തുതിക്കുന്ന ആരാധനയ്ക്കുള്ള പാട്ടുകൾ പാടും. അവർ പ്രാർത്ഥിക്കും. അവർ ദീർഘമായി വചന ശുശ്രൂഷ നടത്തും. ദീർഘമായ വചന ശുശ്രൂഷ. നമ്മുടെ ഈ 10 മിനിറ്റ് പ്രസംഗം ഒന്നും നമുക്കാണെങ്കിൽ കൂടി വരുന്നതിന് പ്രസംഗത്തിനൊന്നും സമയമില്ലാത്തത്. പരസ്യത്തിന് നമ്മൾ 2.5 മണിക്കൂറുണ്ട് പരസ്യം പറയാൻ. മറ്റേ കാര്യം, ആ കാര്യം, ഈ കാര്യം എല്ലാം വായിച്ചു, നോട്ടീസും വായിച്ചു വെച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഓടിച്ച് കാപ്പിക്കട കൊടുക്കുന്നതിനൊക്കെ വേഗത്തിലാണ് നമ്മൾ തിരുവതാഴം കൊടുക്കുന്നത്. ചടയ തിരുവതാഴം പറയും. പിന്നെ വചനശുശ്രൂഷ സമയമില്ലാത്തതുകൊണ്ട് നമുക്കിതൊരു 10 മിനിറ്റ് അല്ലേ. ഇതൊന്നും സിനഗോഗിൽ നടക്കത്തില്ല. സിനഗോഗിൽ ദീർഘമായ വചന ശുശ്രൂഷയാണ്, ആഴമേറിയ വചന ശുശ്രൂഷ. ഞാൻ എൻ്റെ സഭയെ പണിയും. എന്ന് പറഞ്ഞാൽ എന്തോ അതിനകത്തുള്ളത്? ഞാനൊരു കോൺഗ്രിഗേഷൻ ഉണ്ടാക്കാൻ പോവാ. അവിടെ എന്തൊക്കെ നടക്കത്തുള്ളൂ? സമഭാവത്തുള്ള ആൾക്കാരെ വരത്തുള്ളൂ. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമേ അവിടെ വരത്തുള്ളൂ. യേശുക്രിസ്തുവിന്റെ സ്വീകരിച്ചവരുടെ കൂട്ടമാണത്. അത് അവരുടെ ഏകഭാവം. അവരെന്തിനാ വരുന്നത്? പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, സ്തുതിക്കാൻ, വചനം കേൾക്കാൻ, ദൈവശബ്ദം കേൾക്കാൻ, സന്തോഷിച്ചിരിക്കുവാൻ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നുമല്ല അവർ വരുന്നത്. അവിടെ അഭിപ്രായമില്ല, വോട്ടെടുപ്പിൽ പരിപാടി നടക്കത്തേയില്ല, അബ്സല്യൂട്ട്ലി നടക്കത്തില്ല. സോ ഇതാണ് ഡിഫറൻസ്. ഈ കാര്യം അറിയാൻ വയ്യ. ഈ കാര്യം നമുക്കിനി ഒരിക്കലും അറിയാം. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു കാരണവശാലും പിന്നെ ദൈവമക്കൾ ഇനിയുള്ള കാലത്ത് അറിയാൻ പറ്റില്ല. കാരണം
ദൈവസഭ എന്ന് പറഞ്ഞാൽ എക്ലീഷ്യ എന്ന് എഴുതി കൊടുക്കണം, എങ്കിലും പാസ്റ്റർ പരീക്ഷ പാസ്സാകത്തുള്ളൂ. IPCയിലൊക്കെ പാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ദൈവസഭയുടെ ഗ്രീക്ക് വേർഡ് എന്തോ എക്ലീഷ്യ എന്നെഴുതി കൊടുക്കണം. അത് ഗ്രീക്കിലല്ലല്ലോ ഉണ്ടായത്. കർത്താവ് എക്ലീഷ്യ എന്ന് പറഞ്ഞില്ല. ദൈവസഭ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. The Church of God is not a Greek institution. ഗ്രീക്ക് പാർലമെന്റ് അല്ല. അവിടെ നടക്കുന്ന ഒരു കാര്യവും ഇവിടെ നടക്കാൻ പാടില്ല. അതുകൊണ്ട് ദൈവസഭ എന്നത് എക്ലീഷ്യയാണെന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. അത് തെറ്റാണ്. അത് തിരുത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. That is my last and final word on it. My answer. Thank you very much, sir. So it was a clear and complete answer. ഇനിയും ഈ ചോദ്യം ആരും വായിക്കയില്ല എന്ന് ഇനി ആൾക്കാർ ചോദിക്കും. ഇത് വീണ്ടും ചോദിക്കും. ഇനിയും ചോദിക്കുമെന്ന്. കാര്യം ഈ പാവങ്ങളുടെ തലമുണ്ടയ്ക്കകത്ത് ഇങ്ങനെ അടിച്ചു കയറ്റി വെച്ചിരിക്കുക. ദൈവസഭ എക്ലീഷ്യയാണെന്ന് ഇതിൻ്റെ അത് കയറ്റി വെച്ചിരിക്കുക. ഈ ഇരിക്കുന്ന പരീക്ഷ എഴുതുന്ന പാസ്റ്റർമാരെ ഇതെന്താ മണ്ടൻ ചോദ്യം ചോദിക്കത്തില്ല. ബൈബിൾ കോളേജിൽ അവർ സഭ, അപ്പം സഭയെ ഡോക്ടറിൻ ഓഫ് ദ ചേർച്ച് അങ്ങോട്ട് എടുത്ത ഉടനെ ആദ്യം ഈ വേർഡ് എവിടെ നിന്നുണ്ടായി? എക്ലീഷ്യ. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻറ്റ് ഇരിക്കും, സാറേ എക്ലീഷ്യ എന്ന് പറഞ്ഞാൽ ഗ്രീസിലെ രാജസദസ് ഇല്ലയോ? അതൊരു ഗ്രീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലയോ? അതാണോ ദൈവസഭ? അവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോട് നടക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമോ? ചോദിക്കത്തില്ല. അപ്പൊ എന്താ? അവിടെ മുതലേ മണ്ടത്തരത്തിന്റെ മണ്ടത്തരം പാഠം 1, മണ്ടത്തരം പാഠം 2, മണ്ടത്തരം പാഠം 3 പഠിച്ചു വരികയാണ്. ഈ മണ്ടത്തരങ്ങൾ മാത്രം പിടിച്ച് കക്ഷി അവിടുന്ന് മണ്ടത്തരത്തിൽ PhD എടുത്തിട്ട് നമ്മുടെ പാസ്റ്ററായി. പുള്ളിക്കാരൻ എന്താ പറയാൻ പോകുന്നത്? ഇത് പറയും. പാവം ജനം എന്താ വിചാരിക്കും? സഭയൊന്നും എക്ലീഷ്യയാണ്. അടിയുണ്ടാക്കാൻ അത് മതിയല്ലോ. ചർച്ച് കമ്മിറ്റിയിലാണെങ്കിലും ലോക്കൽ കമ്മിറ്റിയിലാണെങ്കിലും ഡിസ്ട്രിക്റ്റിൻ്റെ ആണെങ്കിലും പിന്നെ ഏരിയയുടെ ആണെങ്കിലും സംസ്ഥാനമായാലും നാഷണൽ ആയാലും അടിയുണ്ടാകാതെ കാര്യം എന്താ? എക്ലീഷ്യ. അടി നടക്കും, ഒരു കുഴപ്പമില്ല. എന്തോ ഒരു കഷ്ടമാണ് നമ്മൾ ജനത്തെ കൊണ്ട് വരച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് മൈ ആൻസർ. അടുത്ത ചോദ്യം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യത്തെ ആസ്പദമാക്കിയുള്ളതാണ്. വാക്യം ഇപ്രകാരമാണ്: സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ 3 കാര്യങ്ങൾ, ആത്മാവ്, പ്രാണൻ, ദേഹം, ഇവയുടെ ശുദ്ധീകരണത്തിൽ ഒരു വിശ്വാസിയുടെ പങ്ക് എന്താണ്? അതായത് ഈ വചനത്തിന്റെ പൊരുളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ചോദ്യകർത്താവിന് താൻ ചോദിച്ച ചോദ്യത്തിന്റെ ആഴം അറിയത്തില്ല. ചോദ്യകർത്താവിന് കുറ്റം പറയാനല്ല, അറിയത്തില്ല. അതൊരു ഫാക്റ്റാണ്, അറിയത്തില്ല. ഇനിയും ഇപ്പൊ ഉത്തരം കേൾക്കാൻ പോകുന്നവർക്കും ഇതിനോട് അങ്ങോട്ട് യോജിക്കാൻ പോകുന്നില്ല. രണ്ട് ഓപ്പോസിറ്റ് അപ്രോച്ചസ് ആണ് ബൈബിൾ സ്റ്റഡിയോട് വേൾഡ് ഓൾ ഓവർ ഉള്ളത്. ലോകമാസകലം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ 2 അപ്രോച്ചസാണ്. ഒന്ന് അതിൻ്റെ ഗ്രീക്ക് അപ്രോച്ച്, 2 അതിൻ്റെ ഹെബ്രായിക് അപ്രോച്ച്. എന്താ ഈ ഗ്രീക്ക് അപ്രോച്ചും ഹെബ്രായിക് അപ്രോച്ചും തമ്മിൽ വ്യത്യാസം? ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് an approach of unity, other is an approach of diversity. യൂണിറ്റി ആൻഡ് diversity എന്ന് പറഞ്ഞാൽ ഈ സ്പ്ലിറ്റ് തിയറി എന്നൊരു തിയറി, അത് ഈ നിയോപ്ലേറ്റനിസത്തിലോ ഗ്രീക്കിലെ നിയോപ്ലേറ്റനിസത്തിലുണ്ടായതാണ്. ഈ ഗ്രീക്കിലെ നിയോപ്ലേറ്റനിസം പഠിച്ച് അതിൻ്റെ ഉസ്താദായി തീർന്ന ഒരു മനുഷ്യനാണ് ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആള്. പിന്നീട് സെന്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എന്നറിയപ്പെടുന്ന അഗസ്റ്റിൻ. ഈ അഗസ്റ്റിൻ ഈ സംഗതി പഠിച്ചിട്ട് ഇങ്ങനെ വഷളനായിട്ട് നടക്കുന്ന സമയത്ത്, ഇത് പഠിച്ച പിന്നെ വഷളത്തിനെ കാണിക്കത്തുള്ളൂ കേട്ടോ. ഈ സമയത്ത് ആണ് പുള്ളി രക്ഷിക്കപ്പെടുന്നതും പിന്നെ ബിഷപ്പാകുന്നതും ഈ പിന്നെ ഇവിടെ ഹിപ്പോയിലെ ബിഷപ്പായിട്ട് പോകുന്നതും. അവിടെ വെച്ചാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കൺഫെഷൻ, ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്നത്. പിന്നെയും വഴിപഴിച്ചങ്ങ് പഴയ രീതിയിൽ പോയി.
ബിഷപ്പ്, ഏറ്റവും നീചമായ, നികൃഷ്ടമായ പാപത്തിൽ ഹെഡ്ലോങ് മുങ്ങിക്കിടന്നൊരു മനുഷ്യനാണ് ആര്? ഈ സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന മനുഷ്യൻ. എന്തിനാ ബന്ധുക്കോസുകാർ ഈ പുള്ളിയെ സെയിന്റ് എന്ന് വിളിക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മള് ഒരു കാര്യം കേൾക്കാൻ അത് വിശ്വസിക്കല്ല വേണ്ടത്, അത് ശരിയാണെന്ന് അന്വേഷിക്കുക വേണ്ടത്. ഞാനിവിടുന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നതെല്ലാം ശരിയാണ്, നിങ്ങൾ ഒരു അംഗീകരിച്ചു കളയരുത്. ഗോ ആൻഡ് ചെക്ക്, നോക്കണം, എന്നിട്ട് അംഗീകരിച്ചാൽ മതി. അപ്പൊ ഈ സെന്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ വഷളൻ തിരിച്ച് ഇതിനകത്ത് പോയി. എവിടെ? ഈ പിന്നെ ഗ്രീക്കുകാരുടെ ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ തിയറി ഉണ്ടല്ലോ, ഫിലോസഫി, അതിനകത്ത് പോയി. നിയോപ്ലേറ്റനിസം. നിയോപ്ലേറ്റനിസത്തിൽ സ്പ്ലിറ്റ് തിയറികളാണ്. മനുഷ്യനെ 3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ്. അപ്പൊ ഇതില് ആത്മാവ് ദൈവത്തിൻ്റെയാ, അത് സ്വർഗത്തിൽ പൊക്കോളും. ദേഹം ഈ മണ്ണിൻ്റെയാ, ഈ മണ്ണിൽ പൊക്കോളും, അല്ലേ? അപ്പൊ നിങ്ങൾ എന്തെല്ലാം പാപം ഈ ശരീരം കൊണ്ട് ചെയ്താലും ഈ മണ്ണ് കൊണ്ട് തീരും. ഈ മണ്മയമായ ഈ ശരീരത്തിന്റെ ആവശ്യം ദൈവത്തിനില്ല. ഗോഡ് ഡസ് നോട്ട് നീഡ് ദിസ് മോർട്ടൽ ബോഡി. ദൈവത്തിന് ഇതിന്റെ ഇമ്മോർട്ടൽ സോൾ മാത്രം മതി. സോ ഗോഡ് ഡസൻ കെയർ വാട്ട് യു ആർ ഡൂയിങ് വിത്ത് യുവർ ബോഡി. നിന്റെ ശരീരം കൊണ്ട് നീ എന്ത് ചെയ്യുന്നുള്ളത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ബാധകമായ കാര്യമല്ല. ഇതാണ് സെന്റ് അഗസ്റ്റിന്റെ ദോഷകരമായ തിയറി. അപ്പൊ വാട്ട് ഡിഡ് ഹി ഡു? He dedicated his spirit to God and his entire body to the devil. അപ്പോൾ ശരീരം മുഴുവനും പാപത്തിന് വിട്ടുകൊടുക്കുകയും സാത്താന് വിട്ടുകൊടുക്കുകയും ആത്മാവ് അല്ലേ? കാര്യം ആത്മാവല്ല സ്വർഗത്തിൽ പോകുന്നുള്ളൂ. ഈ തിയറി വളരെ ദോഷം ചെയ്യുന്ന തിയറി ആയിരുന്നു. ഇത് സെന്റ് അഗസ്റ്റിൻ സഭയ്ക്കകത്ത് കൊണ്ടുവരുന്ന നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. പക്ഷെ പൗലോസ് പ്രസംഗിക്കാൻ പോകുന്ന ഗ്രീഷ്യൻ വേൾഡിൽ, ഗ്രീക്കോ റോമൻ വേൾഡിൽ അവിടെ നിലനിൽക്കുന്ന തിയറിയാണ് ഏത്? നിന്റെ ആത്മാവാണ് സ്വർഗത്തിൽ പോകുന്നത്, ശരീരം ഇവിടെ കിടക്കുന്നുണ്ട്, നീ എന്ത് വൃത്തികേടും ചെയ്യാൻ ശരീരം കൊണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുകയില്ലയോ? നോർത്ത് ഇന്ത്യയിൽ പോയി ഒരുപാട് ആത്മാക്കളെ കർത്താവ്. ഞാൻ അപ്പൊ നിങ്ങളുടെ ബാക്കി മനുഷ്യനെ എന്ത് ചെയ്തു? ബാക്കി മനുഷ്യനെ എന്തോ ചെയ്യണം? ആത്മാവിനെ നിങ്ങൾ നേടി. വാട്ട് എവർ ദ റെസ്റ്റ് ഓഫ് ദ ഹ്യൂമൻ ബീങ്? കർത്താവ് എന്താ പോയി പറഞ്ഞത്? ഭൂമിയിലൊക്കെയും പോയി സകല ആത്മാക്കളോടും സുവിശേഷം പ്രസംഗിക്കണം, ആത്മാക്കളെ രക്ഷപ്പെടുത്തണം, ആത്മാക്കളെ സ്നാനപ്പെടുത്തണം, ആത്മാക്കളെ സഭയെ കൊണ്ടുവരണം. അപ്പൊ ബാക്കി മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? ഈ ടെർമിനോളജി എവിടുന്ന് വന്നു ദൈവസഭയ്ക്കകത്ത്? ഈ മോശമായ തെറ്റിദ്ധാരണാജനകമായ ദൈവവചനത്തിന് വിരുദ്ധമായ ഈ സംസാരം, ഈ വാക്ക് എവിടെ നിന്ന് ദൈവസഭയ്ക്കകത്ത് വന്നു? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എവിടുന്ന വന്നത്? ഈ ഗ്രീക്ക് ബൈബിൾ കോളേജിൽ നിന്ന്, വെസ്റ്റേൺ തിയോളജി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി PT ടീച്ചറും MD ടീച്ചറും കൊണ്ടുവന്ന് സഭയ്ക്കകത്ത് കൊണ്ടുവന്ന തെറ്റായ ടെർമിനോളജിയാ. ഏത്? ഈ സ്പ്ലിറ്റ് തിയറി. ശരീരം കൊണ്ട് നിനക്ക് എന്തു ആകാം? സ്വർഗത്തിൽ പോകുന്നത് ആത്മാവാണെന്ന്. അങ്ങനല്ല. കർത്താവിന്റെ ദിവസം നിങ്ങളെ വിളിക്കുമ്പോൾ ഈ മണ്ണിൽ കുഴിച്ചിട്ട ഈ ശരീരം ഉയർത്തെഴുന്നേക്കും, വിൺമയമായത്. ഈ മൺമയമായ ശരീരം ഇതുപോലെ എഴുന്നേക്കും. ആൻഡ് അപ്പൊ ശരീരത്തിൽ എന്തുണ്ടായിരിക്കും? അതിന്റെ സോൾ ആൻഡ് സ്പിരിറ്റ് അതിൽ തിരികെ വരും. എവിടുന്ന് വന്നു വരും?
അവിടെ വരിക. അവിടെ ചില 3 കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് മറുപടി പറയണം. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നതിന് വേണ്ടി ദൈവം നിനക്ക് തന്ന നിന്റെ ദൈവത്തിൻ്റെ മന്ദിരമായ നിന്റെ ശരീരത്തെ നീ എന്തോ ചെയ്തു? What did you do with the body? ഈ ശരീരത്തിന് സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം നിന്റെയാണ്. അതിന് നീ 2-3 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, അതിന് നീ നല്ല ആഹാരമേ കൊടുക്കാവൂ. നല്ല ആഹാരം കൊടുക്കണം. ഇപ്പം ഇല്ലായിരിക്കും വേറൊരു കാര്യം, ഉള്ളിടത്തോളം നല്ല ആഹാരം കൊടുക്കാവൂ. ജങ്ക് ഫുഡും വൃത്തികെട്ട കാര്യങ്ങളൊന്നും മേടിച്ച് കഴിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഈ ശരീരത്തിന് വ്യായാമം ആവശ്യമാണ്. അത് നീ ചെയ്യണം. മൂന്നാമത്തെ കാര്യം, ഈ ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്. അത് നീ ചെയ്യണം. ഈ ശരീരത്തെ നീ സംരക്ഷിക്കണം, വൃത്തിയായിട്ട് സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ ദൈവത്തിനോട് നീ മറുപടി പറയേണ്ടി വരും. അതാണ് ഹെൽത്തിയായ ബോഡിയുടെ റിക്വയർമെന്റ്. സോൾ അല്ലെങ്കിൽ ബുദ്ധിമണ്ഡലത്തിന് അതിൻ്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ പരിജ്ഞാനമാണ്, എന്തല്ല വിവരദോഷമല്ല. മനുഷ്യന്മാർ കൂടിയിരുന്ന് വിവരദോഷം നുണയും കൊതിയും പറഞ്ഞത് നീ പോയി നിൽക്കരുത്. അറിയാതെ അവൻ പറഞ്ഞ വിവരദോഷവും മണ്ടത്തരവും നീ കേട്ടുപോകും. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കവിതയ്ക്കകത്ത് മലയാളത്തിൽ ഇങ്ങനെ, മോഹനത് മനസ്സിലാകത്തില്ല. വരുമിക സ്വജനാപവാദ പാപം പരനുര ചെയ്വത് കേട്ടു നിൽപ്പവർക്കും. നല്ല മനുഷ്യനെ പറ്റി വൃത്തിയായിട്ട് പറഞ്ഞ് നീ അവിടെ പോയി കേട്ടോണ്ട് നിൽക്കരുതെന്ന്. കേട്ടോണ്ട് നിൽക്കുന്നതും പാപമാണെന്ന്. അപ്പം ഈ സോളിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ പരിജ്ഞാനമാണ്. അത് ലഭിക്കുന്നുള്ള നല്ല പുസ്തകങ്ങൾ, നല്ല മറ്റു കാര്യങ്ങൾ, ടെക്നിക്കൽ സ്കിൽസ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യണം. 2 കാര്യങ്ങൾ, ഒന്ന് ലൈഫ് സ്കിൽസും മറ്റൊന്ന് ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയും. നോളജ്, ഇത് 2 കൂടി ചേരുന്ന നോളജ്. അത് നീ ഡെവലപ്പ് ചെയ്യണം. എന്തിനു വേണ്ടി? സോൾ വളർന്നു വരാൻ, മച്ചുവർ ആകുന്നതിന് വേണ്ടി. നീ അങ്ങനെ ചെയ്തില്ല. നീ അങ്ങനെ ചെയ്യാൻ പറ്റിയ കുഴപ്പം എന്താ? നീ കൊച്ചിലെ മുതൽ പ്രാർത്ഥിക്കത്തും ബൈബിൾ വായിക്കത്തേ ഉള്ളൂ. കൊച്ചിലെ മുതൽ പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, നല്ല പക്വതന. എന്റെ പൊന്നുകുഞ്ഞ്, നീ പോയി 4 അക്ഷരം പഠിച്ചെങ്കിലല്ല ഒരു നല്ല ഡോക്ടർ ഉണ്ടാകത്തുള്ളൂ ഈ ദേശത്ത്. ഒരു നല്ല കെട്ടിടം വെക്കാൻ ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ വേണ്ടായോ? നല്ല ഡ്രൈവർ വേണ്ട ഈ ദേശത്ത്, അല്ലേ? അവരെ കൂടിയല്ലേ ഈ ലോകം ബിൽഡ് ചെയ്യുന്നൊരു ലൈബ്രർ വേണ്ടായോ? നീ മര്യാദയ്ക്ക് പോയി യൂണിവേഴ്സിറ്റി പഠിച്ചിരുന്നെങ്കിൽ നീ ഒരു പ്രൊഫസറോ ഒരു ലെക്ചററോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ അധ്യാപകനാകുമായിരുന്നു, അല്ലേ? നീ അങ്ങനെ ആകാഞ്ഞത് കൊണ്ടാണ് വേറൊരുത്തനായത്. അതുകൊണ്ട് എന്തെല്ലാം ദോഷമുണ്ട്. ഒരു കൈക്കൂലിക്കാരൻ ഡോക്ടറായി. കൈക്കൂലി മേടിക്കാത്ത നീ എന്താ ഡോക്ടറാകാഞ്ഞത്? ആയിരുന്നെങ്കിൽ ആ ഉപദ്രവം ഉണ്ടാകുമായിരുന്നു? ഇല്ല. നിന്റെ സോൾ നീ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു? മൂന്നാമത്താണ് സ്പിരിറ്റ്. സ്പിരിറ്റിന് വേണ്ടിയത് ദൈവവുമായിട്ട്, ദൈവത്തിൻ്റെ ആത്മാവായിട്ട് കണക്ട് ചെയ്യുക. ദൈവത്തിൻ്റെ ആത്മാവായിട്ട് കണക്ട് ചെയ്യുന്നത് 1 ആത്മീയ ചിന്തകൾ, 2 പ്രാർത്ഥന, 3 ആരാധന, 4 ദൈവവചന ധ്യാനം. ആത്മീയ ചിന്തകൾ, പ്രാർത്ഥന, ആരാധന, ദൈവവചന ധ്യാനം, പ്ലസ് അന്യഭാഷയിൽ പരിശുദ്ധാത്മാവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോട് തന്നെ സംസാരിക്കുന്നു, തനിക്ക് തന്നെ ആത്മീയ വർധന വരുന്നു, അല്ലേ? ഇത്രയാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്. ഇത് 3 നീ എങ്ങനെ ചെയ്തു എന്നുള്ളതിന് ദൈവത്തോട് കണക്ക് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് തെസലോനിക്കയിലെ ദൈവമക്കളെ, നിങ്ങൾ മുമ്പ് ഗ്രീക്ക് ഫിലോസഫി കേൾക്കാൻ പോകുന്നവരായിരുന്നു. അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന സ്പ്ലിറ്റ് തിയറിയാണ്.
നിന്റെ ശരീരം കൊണ്ട് കള്ളു കുടിക്കുകയോ ബാക്കി എല്ലാ വൃത്തികേടും പോകാനും കുഴപ്പമില്ല. ആത്മാവാണ് സ്വർഗത്തിൽ പോകുന്നത് എന്ന് കേട്ട് പഠിച്ചു വന്ന തെസലോനിക്കയിലെ എൻ്റെ പ്രിയ ദൈവമക്കളെ, അങ്ങനല്ല. നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നും ബ്ലെമിഷ്ലെസ് ആയിട്ട്, അൺബ്ലെമിഷ്ഡ് ആയിട്ട് ദൈവസന്നിധിയിൽ കാക്കപ്പെടേണ്ടതാണ്. ഈസ് ഇറ്റ് ക്ലിയർ മാഡം? യെസ് വെരി മച്ച് സർ. സോ കംപ്ലീറ്റ് അക്കൗണ്ടബിലിറ്റി ആണ് ഇതിൽ കൂടെ വ്യക്തമാകുന്നത്. അടുത്ത ചോദ്യം, 1 ശമൂവേൽ 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു എന്ന് മലയാളം വേദപുസ്തകത്തിൽ കാണുന്നു. ചോദ്യം ഇതാണ്, ദൈവത്തിൽ ദൈവാത്മാവല്ലാതെ ദുരാത്മാവ് ഇല്ലല്ലോ. ഇത് തർജ്ജിമയിൽ വന്ന തെറ്റാണ്. അതാണ് ചോദ്യം. അല്ല, ദൈവത്തിൽ ദുരാത്മാവില്ല. പക്ഷെ ദൈവം അയച്ചിട്ട് ദുരാത്മാക്കൾ പോകും. ഗിലെയാദിലെ രാമോത്തിൽ പോയി ആഹാബ് പട്ടുപോവാണ്. ആഹാബ് ഗിലെയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് പോകത്തില്ല. അപ്പൊ ആ പോകണമെന്നുണ്ടെങ്കിൽ അവനെ വശീകരിക്കണം. അവനെ ആര് വശീകരിക്കുമെന്ന് ചോദിച്ചപ്പം ഒരാത്മാവ് ചെന്ന് ദൈവത്തോട് പറയാ, ഞാൻ അവന്റെ എല്ലാ പ്രവാചകന്മാരുടെ വായിൽ പോഷ്കിന്റെ ആത്മാവായിട്ടിരിക്കാമെന്ന്. ഉണ്ടല്ലോ, പോഷ്കിന്റെ ആത്മാവ് ഇരുന്നു. ഇതെന്ത് ചെയ്തു? അവന്റെ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു, നീ പൊക്കോ, ദൈവം ഒരേ ദൈവം നിന്നെ വിടുക എന്ന് പറഞ്ഞു. വിട്ടു, പോയി, തട്ടിപ്പോയി. അപ്പം ദുരാത്മാക്കളെ ശിക്ഷയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞയക്കാൻ ദൈവത്തിന് കഴിയും. ദുരാത്മാക്കളെ ശിക്ഷയ്ക്ക് വേണ്ടി, ദൈവശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പറഞ്ഞയക്കാൻ ദൈവത്തിന് കഴിയും. സംഹാരദൂതന്റെ ദൈവം അയച്ചല്ലോ എവിടെ? മിസ്രയീമിൽ. ദുരാത്മാവില്ലേ? പരിശുദ്ധാത്മാവല്ലല്ലോ അത്. സംഹാരദൂതനല്ലേ? അപ്പം അങ്ങനെയുള്ള ആത്മാക്കൾ ദേ ആർ ഇൻ ഗോഡ്സ് കൺട്രോൾ എന്ന് ദൈവദിനം പറയുന്നുണ്ട്. അല്ലാതെ ട്രാൻസ്ലേഷൻ എറർ ഒന്നും അല്ലത്. ട്രാൻസ്ലേഷൻ എറർ. Hope this session was a great blessing. തുടർന്നും നിങ്ങളുടെ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ അറിയിക്കാവുന്നതാണ്. തുടർന്നുള്ള സെഷനുകളിൽ അതിന്റെ മറുപടി ബാബു സാർ നൽകുന്നതായിരിക്കും. God bless you all. Thank you.